അജിതേ, എന്താ അവിടെ ഒരു ചർച്ച? ആന്റി, കരുണൻ ചിറ്റപ്പന്റെ കാലും കൈയൊക്കെ ശരിയായിട്ട് പോരെ? എന്ത്, ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനാ? അത് പോരെ മോനെ ബിച്ചു. കരുണൻ എത്ര നാളുകൂടി പറയുന്നതാ. അവൻ ഇപ്പൊ കിടപ്പിലായിരിക്കല്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ശരിയാ, ഞങ്ങള് കുറെ നാളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഇന്ന് എന്തായാലും ഉണ്ടാക്കണം അമ്മേ. ചിക്കന്റെ ലെഗ് പീസോ? അതെ കരുണ, ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ. അമ്മേ, നമുക്ക് KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ആക്കിയാലോ? അത് നല്ല രസാ കഴിക്കാൻ, എളുപ്പമായി ഉണ്ടാക്കാൻ. അത് മതി. ഓ ശരി, എങ്ങനെയായാലും കുഴപ്പമില്ല. KFC എങ്കിൽ KFC. കരുണ, നിനക്ക് എരിവ് കൂടുതൽ വേണോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ച് എരിവ് കൂടുതൽ ഇട്ടേക്കാം. കരുണന്റെ കാര്യല്ലേ. കുറച്ച് എരിവൊക്കെ കൂടുതലിട്ട് ഉണ്ടാക്ക്. അവൻ എത്ര നാളുകൊണ്ട് പറയുന്നതാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ. ഗോപളിയാ, എൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ തോന്നിയേല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എന്നോട് പകരം വീട്ടുകയാണല്ലേ. അതെന്താ കാരണം, നീ വന്നപ്പോ മുതൽ ചിക്കൻ വേണം എന്നല്ലേ പറഞ്ഞിരുന്നേ. ഇപ്പൊ ചിക്കൻ മേടിച്ചപ്പോ നിനക്കത് വേണ്ടേ? ഞാനിവിടെ തണുപ്പ് കാരണം പഞ്ഞിയും കെട്ടി വെച്ച് കിടന്നുറങ്ങണമെന്നാണ് അളിയൻ്റെ വിചാരം. ഉമിനീര് പോലെ ഇറക്കാൻ പറ്റണില്ല അളിയ. പിന്നെ എങ്ങനെ ഈ ചിക്കനൊക്കെ കഴിക്കുന്നേ? അതേതായാലും നന്നായി. അപ്പൊ അതല്ല, പഞ്ഞി കെട്ടി വെച്ചത് നന്നായി എന്ന് പറഞ്ഞതാ. അളിയാ, ഈ പഞ്ഞിന്ന് പറഞ്ഞത് അളിയന്റെ കാലിലും കെട്ടുന്നൊരു ദിവസം വരും. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. അജിതേ, ഇത്തിരി ചൂടുവെള്ളം താടി. ശരി ചേട്ടാ, ഇപ്പൊ എടുക്കാം. ചേച്ചി, ചൂടുവെള്ളം ഉണ്ടോ? അതെ മനുഷ്യ, ചൂടുവെള്ളമല്ല, ചിക്കൻ സൂപ്പ് തരാന്ന്. ഒടുവിലും ചെലവിലും ചിക്കൻ സൂപ്പ് നല്ലതാച്ചാ. അയ്യോ, ഇവരൊക്കെ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഇത്തിരി കഞ്ഞിയുടെ വെള്ളമെങ്കിലും താടി. ചേച്ചി, 2 പപ്പടം കൂടി വറുത്തോ? ചേട്ടന് കഞ്ഞി മതിയെന്ന്. അപ്പൊ ചിക്കന്റെ ലെഗ് പീസ് വേണ്ടേ കരുണ? ഞാൻ ഉമിനീരിറക്കാൻ പോലും കഴിയാതെ കിടക്കുമ്പോ നിങ്ങ ചിക്കൻ വറുത്ത് തിന്നുന്നല്ലേ? ഇത് കൂടി കൂട്ടി ഞാൻ കേസ് കൊടുക്കും, നോക്കിക്കോ. തുടങ്ങിയല്ലോ. ആദ്യം നീ കിടക്കൊന്ന് എണീക്ക്, എന്നിട്ട് നമുക്ക് കേസ് കൊടുക്കാം. ചിക്കന്റെ പേരിൽ ഇനി കേസൊന്നും വേണ്ട. ഇതെല്ലാവർക്കും കഴിക്കാവുന്ന വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ് കരുണ, നിനക്കും കഴിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. KFC ചിക്കൻ റെഡി ആയോ? അപ്പോഴേക്കും ഇതെന്താ പപ്പടം ഇരിക്കുന്ന ഇവിടെ? കൊള്ളാം. അരുണം ചിറ്റപ്പ, ഒന്ന് നോക്കിയേ, കഴിക്കാൻ പറ്റുമെന്ന് നോക്ക്. പോയി കഞ്ഞി എടുക്കടി. ഓ, എന്നാലും ചിറ്റപ്പന്റെ കാര്യം വലിയ കഷ്ടായി പോയി. ഇവിടെ എല്ലാരും ചിക്കൻ തിന്നുമ്പോ ചിറ്റപ്പന് മാത്രം കഞ്ഞിയും ഒരു പപ്പടവും. ആ കാളയുടെ ഒരു കാര്യേ, കഴുത്തെങ്കിലും വെറുതെ വിട്ടിരുന്നെങ്കിൽ ചിറ്റപ്പൻ ഇപ്പൊ ചിക്കൻ തിന്നോണ്ട് കിടക്കായിരുന്നു. അത് പിന്നെ പപ്പടം ഒക്കെ എടുക്കണേ. ആ കാളയുടെ നല്ല മനസ്സുകൊണ്ട് കഞ്ഞിയെങ്കിൽ കഞ്ഞി കുടിക്കാൻ പറ്റുന്നു. ഉള്ളത് കൊണ്ട് വേണം. അമ്മ എന്തായാലും KFC ചിക്കൻ ഉണ്ടാക്കി, അപ്പൊ എല്ലാം അതിൻ്റെതായ സ്റ്റൈലിലായിക്കോട്ടെ. അത് കൊള്ളാം. KFC ബക്കറ്റ്. മക്കളെ, കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ.
നമ്മ KFC മേടിച്ച് കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ആനിക്കുട്ടി? ആനിക്കുട്ടി അല്ലടാ മിനിക്കുട്ടി. ശരിയാ നീ പറഞ്ഞത്. ഈ കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ. അതിനുണ്ടോ ടേസ്റ്റ്? എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. യമി.